ബോധമുണ്ട്, വിവരമുണ്ട്. നമ്മൾക്കാണല്ലോ ബോധമില്ല, വിവരമില്ല. അള്ളാഹു ബോധപൂർവം പറഞ്ഞു സക്കാത്ത് കൊടുത്തവന് സ്വർഗം 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 എന്ന് 5 വട്ടം പറഞ്ഞിരിക്കണം. ഒരിക്കലല്ല. കൊടുക്കാത്തവന് നരകം കൊടുക്കുന്നു മാത്രമല്ല, അവൻ മതനിഷേധിയാണെന്ന് കൂടി പറഞ്ഞേക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ മതനിഷേധിയാണ്. നിസ്കരിക്കാനാലോ ഇരട്ടി ശിക്ഷി. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിക്കാതിരിക്കാൻ നല്ല കേട്ടോ. സത്യം പറഞ്ഞാ സത്യാണത്. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിച്ചാൽ 2 വങ്കുറ്റായി. സക്കാത്ത് കൊടുക്കാത്തൊരു വങ്കുറ്റം, നിസ്കരിച്ചൊരു വങ്കുറ്റം. നിസ്കരിക്കുന്നത് വങ്കുറ്റാണ്. സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിക്കുമ്പോ, സക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിക്കുന്നത് വങ്കുറ്റ. തീരെ ഒരാൾ സക്കാത്തും കൊടുക്കണില്ല നിസ്കരിക്കണില്ല എന്നാൽ 1.5 ആയുള്ളൂ. 1.5 ഒരു വങ്കുറ്റുമായി, ഒരു ചെറിയ കുറ്റുമായി. സക്കാത്ത് കൊടുക്കാതെ നിസ്കരിച്ച 2 വങ്കുറ്റായി എന്നാ ഖുർആൻ പറയണത്. എന്റെ കണക്കല്ല, എന്റെ ഇജ്തിഹാദുമല്ല. ഫവൈലുൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിന്റെ ലക്ഷ്യം സക്കാത്ത് പോലെയുള്ള നന്മകൾ പ്രേരിപ്പിക്കലാണ്, തിന്മകൾ തടയലാണ്. അങ്ങനത്തെ നമസ്കാരം നിസ്കരിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നില്ല എങ്കിൽ അവന് വങ്കുറ്റമാണ്, നരകത്തിലിടും തീർച്ചയാണ്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ സക്കാത്ത് കൊടുക്കാൻ ഒരാൾക്കില്ല. നിസ്കരിക്കലില്ലെങ്കിൽ നിസ്കാരത്തിന്റെ പേരിൽ മാത്രം സ്വർഗത്തിലിടൂല. വഞ്ചനാ നിസ്കാരത്തിന് നരകം നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ നമസ്കാരത്തിന്റെ പദവി ഇവിടെ വന്നിട്ട് എന്റെ ശരിക്ക് ക്രമത്തെ സംബന്ധിച്ച് നന്നായിട്ട് വിവരിക്കുന്നുണ്ട്. പദവിയെ സംബന്ധിച്ച് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ പണ്ഡിതന്മാർക്ക് അയച്ചു കൊടുത്ത രജിസ്റ്റർ കത്തിൽ, ക്ഷണക്കത്തിൽ പ്രത്യേകം എടുത്ത് ഉദ്ധരിച്ചതാണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അത് നോട്ടീസുകളൊക്കെ പലരും വായിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വായിച്ചല്ലോ. അപ്പൊ അതിന്റെ പേരിൽ പലർക്കും തെറ്റിദ്ധാരണ വേണ്ട. അപ്പൊ നമസ്കരിച്ചില്ലെങ്കിൽ നമസ്കരിച്ചാൽ സ്വർഗം കിട്ടൂല, നമസ്കരിച്ചില്ലെങ്കിൽ നരകം കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നേരിട്ടത് കാരണമല്ല എന്നാ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നമസ്കാര കർമ്മം അനുഷ്ഠിക്കലും അതിന്റെ അഭാവവും നേരിട്ട് കാരണമല്ല. വെറും നിസ്കരിക്കാത്തത് കൊണ്ട് നരകത്തിൽ പോകില്ല, വെറും നിസ്കരിച്ചുകൊണ്ട് സ്വർഗത്തിലും പോകില്ല. നമസ്കാരത്തിന്റെ കൂടെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തെങ്കിലേ സ്വർഗത്തിലെത്തുള്ളൂ. അതുപോലെ നമസ്കാരം ഉപേക്ഷിക്കുമ്പോൾ വേറെയും കുരുത്തക്കട എന്തെങ്കിലും ചെയ്യണം, നീലെ നരകത്തിലെത്തുള്ളൂ. അപ്പൊ ഈ നമസ്കാരം അതിന്റെ പോഷകങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി. നേർക്ക് നേരെ അതിന്റെ കാരണമല്ല. കാരണം അത് മാർഗമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അത് മനസ്സിലാവാൻ വേറെ രൂപത്തിനും കൂടി മനസ്സിലാക്കാം. നമസ്കാരം ഫർളോ ഫർള് എന്ന് പറയുന്നത്, നമസ്കാരം എല്ലാവരും ഫർള് എന്ന് പറയുന്നത് ഫർളാക്കപ്പെട്ട നമസ്കാരം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് ശരിയോ തെറ്റോ എന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ ക്ഷണക്കത്തിൽ. വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം. ഫർളാക്കപ്പെട്ട നമസ്കാരം എന്നല്ലാതെ നമ്മൾ പഠിച്ചിട്ടില്ല, വായിക്കലുമില്ല, അതെന്നെ കേൾക്കലും. ഫർളാക്കപ്പെട്ട നമസ്കാരം എല്ലാവരും പഠിക്കും, വായിക്കും, ഒക്കെ അങ്ങനെയുള്ളൂ. അല്ലാത്തൊരു ഭാഷ നമ്മൾക്കറിയില്ല. ഈ പ്രയോഗം എങ്ങനെ കിട്ടി? ആമീന്റെ കാര്യം പറഞ്ഞ മാതിരിയില് ആമീന് ലോകത്തുള്ളവർക്കൊക്കെ അറിയാം, പക്ഷെ ഖുർആനിലില്ല എന്നതുപോലെ ഈ ഫർളാക്കപ്പെട്ട നിസ്കാരം എവിടുന്ന് കിട്ടി? എന്താ പറഞ്ഞോണ്ട് ഫർളാക്കപ്പെട്ട നിസ്കാരം എന്ന് പറഞ്ഞോണ്ട് എന്താ അബദ്ധമുണ്ട്? അബദ്ധമെന്നോ ചില്ലറ അബദ്ധമേ ഉള്ളൂ. ഫർളാക്കപ്പെട്ട നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗുരുതരമായ അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താ അബദ്ധം? ഖുർആനിൽ അതുണ്ടോ ഇല്ല? അബദ്ധം ആദ്യം റിസൾട്ട് ആദ്യം പറഞ്ഞു പോയതാട്ടോ. ഫർളാക്കപ്പെട്ട നിസ്കാരം ഖുർആനിലുണ്ടോ ഇല്ല എന്നുള്ള ആദ്യം പഠിക്കണമല്ലോ. ഖുർആനിൽ അതില്ല. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. ഖുർആനിൽ ഫർളാക്കപ്പെട്ട നമസ്കാരം എന്നുള്ള പ്രയോഗം ഖുർആനിലില്ല. സക്കാത്തിനെ സംബന്ധിച്ചോ? നമസ്കാരം സക്കാത്ത് എണ്ണയും തുണിയായിട്ട് പറയാറുള്ളതാണ്. സക്കാത്തിനെ സംബന്ധിച്ച് ഫർളാക്കപ്പെട്ടു എന്ന് ഖുർആനിലുണ്ടോ? ഉണ്ട്. തല കുലുക്കി പറയാം, അത് ഖുർആനിലുണ്ട്. ഫരീളത്തൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ എന്ന് തുടങ്ങുന്ന സൂക്തം സൂറത്ത് തൗബയിൽ സക്കാത്ത് ഇന്ന വകുപ്പിലേക്കൊക്കെ കൊടുക്കണം, അഗതികൾക്ക്, ദരിദ്രർക്ക് എന്നൊക്കെ പറഞ്ഞ് പറ്റി പലപ്പോഴും പറയുന്നുണ്ട്. എന്ന് ഞാൻ പറയലില്ല എന്നാണ് അതിന്റെ ധ്വനി മനസ്സിലാക്കണം. നിസ്കാരത്തെ പറ്റി ധാരാളം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഫരീളത്തുൻ മിനല്ലാഹി എന്ന് പറയാറില്ല. ഈ സക്കാത്തിനെ സംബന്ധിച്ച് ഞാനാണ് അതിന്റെ വകുപ്പുകളൊക്കെ ഇപ്പൊ പറഞ്ഞത്. സക്കാത്ത് കണക്ക് പ്രകാരം ഈ വകുപ്പിലൊക്കെ കൊടുക്കണം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് വെറും പറച്ചിലല്ല, നിസ്കാരത്തെ പറ്റി പറഞ്ഞ മാതിരിയല്ല. ഫരീളത്തുൻ മിനല്ലാഹി, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഫർളായ കാര്യമാണ് കേട്ടോ ഈ സക്കാത്ത് കൊടുക്കൽ. വല്ലാഹു അലീമുൻ ഹകീം. അത് ഏതാണ് ഫർളാക്കേണ്ടത്,
ഏതാണ് വുജൂബാക്കേണ്ടത്, ഏതാണ് സുന്നത്താക്കേണ്ടത്, അത് അള്ളാഹുവിനറിയാം. അതിന്റെ തത്വദീക്ഷ, അതിനെ സംബന്ധിച്ചുള്ള അഗാധമായ അറിവ്, ഫരീദത്ത് ഏതാണ് ഫരീദത്തല്ലാത്തതാണെന്നൊക്കെ പറയാനുള്ള അറിവും തന്റെ ഇടവും എനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ഫരീദത്ത് മിനല്ലാഹി അവിടെ മാത്രം പറഞ്ഞപ്പോ നമസ്കാരത്തെ സംബന്ധിച്ച് ഒരൊറ്റ സ്ഥലത്തും ഫരീദത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഫർള എന്ന് പറഞ്ഞു, ഫർള് എന്ന് പറഞ്ഞു. ഫറള എന്ന് പറയുന്ന ഈ മൂന്നക്ഷരം കൂടിയിട്ടുള്ള ഒരു ധാതു, ഒരു രൂപഭേദം ഖുർആനിൽ കാണൂല. നമസ്കാരത്തെ സംബന്ധിച്ച് കാണൂല, ഒരു സ്ഥലത്തും കാണൂല. നമസ്കരിക്കേണ്ടതാ. അപ്പോഴേക്ക് കളം ചാടുന്നെന്താ? ചാടാൻ പാടില്ല. അപ്പൊ ഫർളല്ലാന്ന് കിട്ടി. നമസ്കാരം ഖുർആനിൽ ഫർളാക്കപ്പെട്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, അള്ള പറഞ്ഞിട്ടില്ല എന്ന് കിട്ടണം. കിട്ടിന്ന് പറഞ്ഞാൽ അവിടെ കിട്ടണം. ഖുർആൻ പഠിക്കണം, വായിക്കണം. നിങ്ങളെല്ലാരും പോയിട്ട് ഇപ്പോ ഖുർആനായിട്ട് നടക്കണം എന്നല്ല ഈ പറയുന്നത്. പണ്ഡിതന്മാരോട് പറയാം, പുരോഹിതന്മാരോട് പറയാം, ഖുർആൻ പഠിച്ച് പറഞ്ഞു കൊടുക്കുക. ഫർളാക്കപ്പെട്ട നിസ്കാരം, ഫർളാക്കപ്പെട്ട നിസ്കാരം ഇങ്ങനെ സാധാരണ പറയുന്നുണ്ടല്ലേ. എവിടെ നോക്കിയിട്ടായി പറയണത്? അള്ളാന്റെ ഖുർആനുണ്ടോ ഫർളാക്കപ്പെട്ട നിസ്കാരം? ഫർളാക്കപ്പെട്ട സക്കാത്ത് എന്നുണ്ട്, ഫർളാക്കപ്പെട്ട അനന്തരാവകാശമുണ്ട്. പേരക്കുട്ടികളുടെ സ്വത്തൊക്കെ അതിഫർളായ അനന്തരാവകാശം അവിടെയും പറഞ്ഞു. ഫരീദത്തൻ മിനല്ലാഹി, ഫരീദത്തൻ മിനല്ലാഹി ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ എന്ന് അവിടെയും പറഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആന്റെ സാഹിത്യം, ആ പരസ്പര ഘടനി, ആ ബന്ധമൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഈ അനന്തരാവകാശം പറഞ്ഞോടത്തും വന്ന് പറഞ്ഞു ഫരീദത്തൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് ഫർളാക്കപ്പെട്ട അവകാശക്രമമാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് വിവരിച്ചതിന് ശേഷം പിന്നെ അവിടെ പറഞ്ഞത് എന്താ? അലീമുൻ ഹക്കീം, തന്റെ ഇടത്തോടും വിവരത്തോടും കൂടി പറയാന്ന് പറഞ്ഞ അതേ വിശേഷണം തന്നെയാണ് ഇവിടെയും പറയണത്. പക്ഷെ ഇവിടെ പറഞ്ഞപ്പോ ഒരു വ്യത്യാസം. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, അള്ളാഹു മുമ്പേ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് തന്റെ ഇടത്തോടു കൂടിയും യുക്തിപൂർവവും പറയുന്ന ആളാണ്, മുമ്പെന്നെ പറഞ്ഞിട്ടുണ്ട്. ഖാന, ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, മുമ്പ് തന്നെ ഈ ഫർളാക്കിയോടത്ത് അത് തന്റെ ഇടത്തോടു കൂടിയും വിവരത്തോടു കൂടിയാണ് ഫർളാക്കല്. അത് മുമ്പേ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് സൂറത്ത് തൗബയിൽ അത് പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ സൂറത്ത് നിസായിലിതാ ഞാൻ ഇപ്പോഴും ഒന്ന് ഫർളാക്കുന്നു. എന്ത്? അനന്തരാവകാശ നിയമങ്ങൾ, അതനുസരിച്ചുള്ള വിഹിതങ്ങൾ കൊടുക്കൽ ഫർളാണ്. അത് സുന്നത്തല്ല, ഐച്ഛികല്ല, വുജൂബല്ല, ഫർളാണ്. നിസ്കാരം ഫർളല്ല. അങ്ങനെ അത് വരട്ടെ. അപ്പൊ ഖുർആനിൽ ഫരീദത്ത് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞു? എത്ര സ്ഥലത്ത് പറഞ്ഞു ഫരീദത്ത് എന്ന് ഖുർആനിൽ? നോമ്പിനെ പറ്റി ഫരീദത്ത് എന്ന് പറഞ്ഞില്ല, നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ല, ഹജ്ജിനെ പറ്റി പറഞ്ഞില്ല. ഫരീദത്ത് എന്ന് ഖുർആനിൽ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? ഒക്കെ പഠിക്കട്ടെ. കെ സുല്ലമിക്ക് മനസ്സിലാവണില്ല. എത്ര മനസ്സിലാക്കണതൊക്കെ കൊണ്ടായിട്ട് ഇനിയിപ്പോ സാധാരണക്കാരെടുത്തുനിന്ന് പ്രിൻസിപ്പാൾ അങ്ങോട്ട് പഠിക്കേണ്ടി വരും. അതപ്പോ ഗതികേട് ഉണ്ടായിത്തീരാ. ഈ പറഞ്ഞതൊന്നും മനസ്സിലാവണില്ല എന്നാ. മനസ്സിലായിക്കോട്ടെ, ഇതൊക്കെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കന്നെ. ഫരീദത്ത് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞു ഖുർആനിൽ? എത്ര സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളോട് ചോദിക്കല്ലോ, ശ്രദ്ധപ്പെടാൻ വേണ്ടി പറയാം. അപ്പൊ ഫരീദത്ത് മിനല്ലാഹി എന്ന് സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഫരീദത്ത് മിനല്ലാഹി എന്നുള്ള പറഞ്ഞു. നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞില്ല. അനന്തരാവകാശത്തെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു ഫരീദത്ത് മിനല്ലാഹി എന്ന് പറഞ്ഞു. അപ്പോഴും നോമ്പിനെ പറ്റി പറഞ്ഞിട്ടില്ല. മൂന്നാമതായിട്ട് ഫആതൂഹുന്ന ഫമസ്തംതഅ്തും ബിഹി ഫആതൂഹുന്ന ഉജൂറഹുന്ന ഫരീദത്തൻ, സ്ത്രീകൾക്ക്, വിവാഹിതരായ സ്ത്രീകൾക്ക് മഹർ മൂല്യമുണ്ടല്ലോ, വിവാഹമൂല്യം, അതും ഫരീദത്തായിട്ട് കൊടുക്കണം. അതിൽ വിട്ടുവീഴ്ച, തർക്കും താറോറൊന്നും വേണ്ട. അവറ്റന്റെ ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു അവകാശമാണ്. അത് ഫരീദത്തായിട്ട് തന്നെ കൊടുത്തേക്കണമെന്ന് അവിടെയും പറഞ്ഞു. അത് അലിന്നാമ ഫറദ്നാ അലൈഹിം, സത്യവിശ്വാസികളുടെ മേലെ അവരുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട മൂല്യം, വിവാഹമൂല്യം, അത്